നമസ്കാരം. ചില വ്യക്തികൾ നമ്മൾ പുറമേ പരിചയപ്പെടുമ്പോൾ വളരെ നല്ല ആളുകളാണെന്ന് തോന്നുന്നു പറഞ്ഞാലും അവരോട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരല്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ശരിയല്ല. പലപ്പോഴും അത്തരം ആൾക്കാരിൽ നിന്ന് നല്ല ആളുകൾ, നമ്മൾ ബുദ്ധിയുള്ള ആളുകൾ അവരിൽ നിന്ന് അവരുടെ സഹവാസം മാറ്റും. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാകാം. ഈ രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മൾ സ്ഥിരമായി കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം അവരുടെ സ്വഭാവമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാതെയും ഒരിക്കൽ പോലും നേരിട്ട് സംസാരിക്കാതെയും ചില ആൾക്കാരോട് നമുക്കൊരു ഭയങ്കര വിശ്വാസം തോന്നും. അത് എത്ര ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന ചില വ്യക്തികളാണ്. കാണുന്ന ആളുകൾക്ക്, ഈ വീഡിയോയിൽ കാണുന്ന ആളോട് ഒരു സ്നേഹവും ഒരു വിശ്വാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ അയാൾ പറയുന്നത് ശരിയാണ് എന്ന് 10 പേര് ചിലപ്പോൾ ഒരാളെങ്കിലും വിശ്വസിക്കും. എന്നാൽ അത്തരം ആൾക്കാരുടെ സ്വഭാവം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അദ്ദേഹം ഗൾഫിൽ രാജ്യത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. അദ്ദേഹം വളരെ യാദൃശ്ചികമായി പരിചയപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ഒരു നേഴ്സിംഗ് ജോലി മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ പറയുന്ന എന്നെ വിളിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഏകദേശം 12 ലക്ഷം രൂപയോളം മേടിച്ച് ഇപ്പോൾ യാതൊരുമായ അറിവുമില്ല അദ്ദേഹത്തെ പറ്റി. കാരണം വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, ആകപ്പാടെ ബുദ്ധിമുട്ടിലാണ് ഈ പറയുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞു. കാരണം പലർക്ക് 10-12 ആൾക്കാർക്കോളം ജോലി മേടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഈ എന്നെ വിളിച്ച മനുഷ്യൻ പൈസ മേടിച്ച് ഈ വ്യക്തിക്ക് കൊടുത്താണ്. നാട്ടിൽ നിന്ന് വളരെ ഫോഴ്സാണ്. അവർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ബന്ധുക്കൾ. ഞങ്ങളുടെ പൈസ എന്ത് ചെയ്യും, ജോലി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം വന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തനായി നിൽക്കുന്ന ഈ വ്യക്തി യാതൊരുമായ രീതിയിൽ ഇയാളെ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു വീഡിയോ ആയിട്ട് പറയുമ്പം പല പ്രശ്നങ്ങളുണ്ടാവാം. എന്നോട് പറഞ്ഞു, സാറിന് തെളിവിനായിട്ട് ഈ മനുഷ്യൻ അയച്ചു കൊടുത്ത പേയ്മെൻറ്റ് ലിങ്കുകളും അതിൻ്റെ റെസിപ്റ്റുകളും എല്ലാം എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം ഈ ഫേസ്ബുക്കിൽ കൂടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് പബ്ലിഷ് ചെയ്യാനോ അത്ര ആക്റ്റീവായിട്ടിരിക്കുന്ന വ്യക്തിയെ നാണം കെടുത്താനൊന്നുമല്ല. ഒരു പക്ഷേ അയാൾക്ക് ജോലി മേടിച്ചു കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പൈസ കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്നെ വിളിച്ച വ്യക്തി ഒരു പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. കാരണം അയാൾക്ക് വ്യക്തമായ തെളിവുണ്ട്. അയാൾ ഇത്രയും പൈസ കൊടുത്തതിന് വ്യക്തമായ തെളിവുകൾ അയാളിലുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മളെ കാണുന്നൊരു വ്യക്തി, നിങ്ങളൊരു പക്ഷേ എന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ മേലൊരു അനാവശ്യമായൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുകയും ആ വിശ്വാസത്തെ ഞാൻ ബ്രേക്ക് ചെയ്തു എന്ന് നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയാൻ ഒരുപാട് വൈകും. അപ്പോൾ കാണുന്നവരെല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുണ്ടെന്ന് കരുതിയിട്ട് അവർ നല്ല മനുഷ്യരാണെന്നും നമ്മളെ പറ്റിക്കാത്ത ആൾക്കാരാണെന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തിക്കരുത്. അപകടം പലയിടത്തും ഉണ്ടാകും. മനുഷ്യനാണ്. പൈസ കാണുമ്പോൾ ഒരുപക്ഷെ നല്ല സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ മാറിയെന്നിരിക്കും. താങ്ക് യു.